രാവിലത്തെ കുറച്ച് ജോലിയൊക്കെ അടുക്കളയിൽ ഒതുക്കിയിട്ട് അയ്യപ്പനെ ചെന്ന് നോക്കിയപ്പോൾ അയ്യപ്പൻ വലിയ ജോലിയിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പറമ്പിലെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ എല്ലാവരും വീട്ടിലുള്ള ദിവസമാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ ജോലിയിലാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അതാണ് ഇത് എടുത്തോക്കി പോലെ പുഴുങ്ങാത് നമ്മളെ പുഴുങ്ങ അയ്യപ്പൻ പിന്നെ ആരെന്ത് ജോലി ചെയ്താലും അവൻ കൂടെ സഹായിക്കാൻ കാണും. എന്ത് ജോലി ചെയ്യുന്നതിന് അവന് യാതൊരു മടിയില്ല താനും, കുഞ്ഞായതുകൊണ്ടായിരിക്കും. എന്നാൽ മഞ്ഞൾ കിളച്ചുകൊണ്ട് നാളെ ഒന്ന് ചെന്ന് കണ്ടേക്കാന്ന് ചെന്ന് നോക്കിയപ്പോൾ ആളെ കാണുന്നില്ല കേട്ടോ. നോക്കിയപ്പോൾ അപ്പുറത്തെ പറമ്പിൽ നിന്ന് ഓമയ്ക്കായിരുന്നു, നിറയെ പഴുത്ത് ഓമയായിരുന്നു കേട്ടോ. ഓമയ്ക്കായിരുന്നു, അത് മൊത്തം ഇട്ടു. പൊട്ടിപ്പോയി. ഇത് കണ്ടോ, എല്ലാം പഴുത്തതായിരുന്നു. ഇനി നിർത്തിയിരുന്ന കിളി ഒത്തിയാലോ. അപ്പോൾ അത് മൊത്തം ഒഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിപ്പം തിന്നാൻ കൊള്ളില്ല, കാരണം ഇത് പുറമേ ഇത് പഴുത്തെന്ന് തോന്നുന്നെങ്കിലും നല്ല കട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 2 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ നല്ലതുപോലെ പഴുത്ത് കിട്ടും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കപ്പ പിടാം കേട്ടോ. അപ്പോൾ അത് 1 മൂട് കപ്പ അവിടെ നിന്നതാ പിടാൻ വേണ്ടിയിട്ട്. അതും കൂടെ നമുക്ക് പിഴുതെടുക്കാം. ഇതാതെ പോയായിരുന്നല്ലേ, ഇത് എടുക്കാതെ പോയല്ലേ. ബക്കറ്റ് കണ്ടിട്ട് ആരും കുറ്റം പറയില്ലേ, ഇത് കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ. വെട്ടാൻ പോന്നോ? അതോ എല്ലാം കൂടെ വെട്ടിയിട്ട് എന്തോ. അണ്ണാനും കിളികളും കൊത്തി നിർത്തിയതായതുകൊണ്ട് ഈ കൊലയങ്ങ് വെട്ടി മാറ്റുകയാണ് കേട്ടോ. അത് 3-4 പടല അണ്ണാൻ തിന്നിട്ടുണ്ട്, അതുകൊണ്ട് അതിഞ്ഞ് വെട്ടി മാറ്റുകയാണ്. മൊത്തം പിന്നെ എത്ര പടലേ അങ്ങോട്ടും മാറി. മാറിയില്ല മോനെ, മറിയത് തലേ തന്നെ വീഴുമായിരിക്കും. മതി മതി കുഞ്ഞു വാ. പതുക്കെ അതൊക്കെ ചെയ്യാൻ ഞാൻ പതുക്കെ പിടിച്ചു. ഓ 4 പടകൾ പോയത്. 1 2 3 4 5 പടങ്ങൾ. എല്ലാം തിന്ന് വാരനിറഞ്ഞിരിക്കുക. ആരുടെ? അണ്ണാൻ്റെയോ? പിന്നെ
ഉണ്ടംപുരിയുടെയോ? അയ്യപ്പ വരാൻ മോനെ, ഇങ്ങോട്ട് വരാൻ. ഇലയൊന്നും വേണ്ട, ഇങ്ങോട്ട് വാ. ഞാൻ ഇവിടെ കിടക്കുന്ന ഈ മഞ്ഞളോ? ഇത് മഞ്ഞളാണോ കസ്തൂരി മഞ്ഞളോ? ഇത് മഞ്ഞളല്ലേ? ഇത് മഞ്ഞളാണോടി? ഇത് കസ്തൂരി മഞ്ഞളല്ലേ? ആ ഇവിടെ കസ്തൂരി മഞ്ഞൾ വെളുത്തിരിക്കുമല്ലേ? കസ്തൂരി മഞ്ഞളാണോ? കസ്തൂരി മഞ്ഞളാ. അതാ ഞാൻ നോക്കണൊക്കെ മഞ്ഞളല്ല കസ്തൂരി മഞ്ഞളാ. കസ്തൂരി മഞ്ഞൾ ഇങ്ങനെ പൊക്കൊണ്ടോടാ, പൊക്കിക്കൊണ്ടോ, എടുത്തോണ്ടോ. പിടിച്ചേടാ. പിന്നൊരു ചീരത്തോരനും കൊഞ്ച് തീയലും പിന്നെ കപ്പ വേവിച്ചതും ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കൂടെ കൂട്ടി ഉച്ചയൂണും കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ.